റൂട്ട്സ് ഗ്രാമറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. അതായത് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് നമ്മൾ സെൻറ്റൻസിനെ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ തുടക്കത്തിൽ തന്നെ അതിനൊരു എക്സാമ്പിൾ പറയാം. ദി ടീച്ചർ പണിഷ്ഡ് ദ ബോയ്. ഈ സെൻറ്റൻസ് ഇപ്പോൾ ഏത് ടെൻസാണെന്ന്, അത് സിമ്പിൾ പാസ്റ്റാണ്, പക്ഷെ ടെൻസാണെന്ന് നോക്കാതെ തന്നെ നമുക്കിവിടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് ഇതിൽ ദി ടീച്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റും ദി ബോയ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുമാണ്. അതിൻ്റെ അകത്ത് മെയിൻ വെർബ് എന്ന് പറയുന്നത് പണിഷ്ഡുമാണ്. അപ്പം ഇതൊരു ആക്റ്റീവ് വോയിസാണ്. അതിൽ നിന്ന് നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ആക്റ്റീവിലെ സബ്ജക്റ്റ് പാസീവിൽ ഒബ്ജക്റ്റും ആക്റ്റീവിലെ ഒബ്ജക്റ്റ് പാസീവിൽ സബ്ജക്റ്റുമായിട്ട് മാറും. അപ്പോൾ ഇതിൽ ദി ബോയ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് കൊണ്ട് വേണം നമ്മൾ ആദ്യം തുടങ്ങാൻ. അപ്പോൾ ദി ഒബ്ജക്റ്റായ ദി ബോയ്. ഇനി നോക്കേണ്ടത് വെർബ് ഏതാണ്, വെർബ് ഏത് ടെൻസാണ്. വെർബ് എന്ന് പറയുന്നത് പണിഷ്ഡ് സിമ്പിൾ പാസ്റ്റാണ്. പാസ്റ്റ് വരുമ്പോൾ നമ്മൾ വാസോ വേറോ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ദി ബോയ് വാസ്, എന്നിട്ട് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പണിഷ്ഡ്. പണിഷ്ഡ് എന്ന് പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും പണിഷ്ഡ് തന്നെയാണ്, ബൈ ദി ടീച്ചർ. അപ്പം അങ്ങനെ ആണ് നമ്മൾ ഈ വോയിസ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് പാസീവിലേക്ക് മാറ്റുന്നത്. ഇനി നമ്മളിത് അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ പാസീവ് വോയിസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ടു ബിയുടെ ഫോംസ് ഉപയോഗിക്കുന്നത്. അതായത് ടു ബിയുടെ ഫോംസ് പറയുന്നത് 8 എണ്ണമാണ്. ആമ, ഈസ, ആറ, വാസ, വേറ, ബീങ്, ബീന്, ബീ. ഇതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്, അതായത് മെയിൻ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ B3. ഇങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസ് നിർമ്മിക്കുന്നത്. അതായത് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ സബ്ജക്റ്റിൻ്റെയും കാര്യം പറഞ്ഞു. ഇപ്പോൾ ദി ബോയ് എന്നോ ഗേൾ എന്നൊക്കെയാണ് ഒബ്ജക്റ്റെങ്കിൽ നമ്മൾ അതെടുത്ത് ഡയറക്റ്റ് ആയിട്ടിടുന്നു. അതല്ല ഹിം, ഹെർ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ സബ്ജക്റ്റ് ആകുന്നു. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ബിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അസ്സാണ്, ഐയുടെ മീ ആണ്, യു തന്നെയാണ്, ഹി, ഹിം, ഷീ, ഹെർ, ദൈ, ദം. അപ്പം ഇങ്ങനെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഒബ്ജക്റ്റ് സബ്ജക്റ്റ്. ഇനി നമ്മൾ ഈ പാസീവ് വോയിസിൻ്റെ ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേനും ടു ബിയുടെ ഫോംസ് പറഞ്ഞു, അത് നമ്മൾ മനസ്സിൽ തന്നെ ഉറപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഇനി നമ്മൾ കാര്യങ്ങൾ, അതായത് ടെൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പാസീവ് വോയിസ് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ടെൻസ്, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് ആദ്യം നമ്മൾ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അതെങ്ങനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ടെൻസാണ് എന്നുള്ളത് നമ്മൾ ഏകദേശം മനസ്സിലാക്കാൻ പഠിച്ചു. കാരണം നമ്മൾ ടെൻസിൻ്റെ ഫോം, എല്ലാ ടെൻസിൻ്റെ ഫോം പഠിച്ചേക്കുന്നതുകൊണ്ട് ഏത് ടെൻസാണ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. ഷീ മേക്സ് കോഫി. അത് കാണുമ്പോഴേ നമുക്കറിയാം സിമ്പിൾ പ്രസൻ്റാണ്. ഷീ മേക്സ് കോഫി, അതായത് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് ഫോം ഓഫ് ദി വെർബ് ആയിട്ട് സിമ്പിൾ പ്രസൻ്റാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇത് നമുക്കൊരു ഫോം വെച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് സിമ്പിൾ പ്രസൻ്റാണ് ആക്റ്റീവിൽ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ചെയ്യേണ്ടത്, അതായത് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കിയ ശേഷം ഏതാണ് വെർബ്, അതായത് സിമ്പിൾ പ്രസൻറ്റ്, അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആമോ, ഈസോ, ആറോ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കോഫിയാണ്. കോഫി എടുത്തു. കോഫിക്ക് സ്യൂട്ടബിളായിട്ട് വരുന്ന ഏതാണ് അതിലെ ഓക്സിലറി വെർബ്? ഈസാണ്. അപ്പോൾ കോഫി ഈസ്. ഇനി എന്താ പറഞ്ഞത്? വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ.
വെർബ് എന്ന് പറയുന്നത്, അതായത് മെയിൻ വെർബ് എന്ന് പറയുന്നത് മെയ്ക്കാണ്. മെയ്ക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മെയ്ഡാണ്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? കോഫി ഈസ് മെയ്ഡ്. ഇനി വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കഴിഞ്ഞാൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ ഷീയുടെ ഒബ്ജക്റ്റ് രൂപം എന്താണ്? ഹെർ. അപ്പോൾ ബൈ ഹെർ. കോഫി ഈസ് മെയ്ഡ് ബൈ ഹെർ. ഇതാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റിയ ആൻസർ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയാം. ദേ റൈറ്റ് ലെറ്റേഴ്സ്. ദേ റൈറ്റ് ലെറ്റേഴ്സ്. അത് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ സാധാരണ ഒരു സെൻറ്റൻസ് അത് നമ്മൾ നോക്കുക അത് ഏത് ടെൻസാണ്. ദേ പിന്നെ റൈറ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ മനസ്സിലായത് സിമ്പിൾ പ്രസൻ്റാണെന്ന് മനസ്സിലായി. ഈ സിമ്പിൾ പ്രസൻറ്റിൽ നിന്ന് നമ്മൾ അതായത് ആക്റ്റീവ് വോയിസിൽ നിന്ന് ആ ടെൻസ് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. ഈ റൈറ്റ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആയതുകൊണ്ട് ആമ് ഈസ് ആറ് ഏതെങ്കിലും ഒന്ന് വേണം. വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വേണം. അപ്പോൾ ആദ്യം തുടങ്ങേണ്ട ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റേഴ്സ് ആർ. വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ. റിട്ടൺ. പിന്നെ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് രൂപം ദം. ദെയ്യുടെ ദം. ബൈ ദം. അപ്പോൾ അതാണ് എന്താണ് ലെറ്റേഴ്സ് ആർ റിട്ടൺ ബൈ ദം. അതാണ് പാസീവ് വോയിസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പാസീവ് വോയിസ് പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത അതായത് ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് പഠിച്ചു, ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ്. അങ്ങനെ ആ ബേസിക്കലായിട്ട് അങ്ങ് നമുക്ക് പോവുകയാണെങ്കിൽ പാസീവ് വോയിസ് നന്നായിട്ട് പഠിക്കാൻ. ഇന്നിപ്പോൾ നമുക്ക് ഇത്രയും ക്ലാസ് എടുക്കാം. അടുത്ത ദിവസം ബാക്കി പോകാം.